അലീനയും ഔതക്കുട്ടിച്ചായനും സ്റ്റാൻലിയും കൂടി കൊട്ടാരമറ്റത്തിൽ തറവാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് ഒരു താല്പര്യവുമില്ല കൊട്ടാരമറ്റത്തിലോട്ട് പോകാൻ. കാരണം അവിടെയുള്ളവർ എങ്ങനെയാണ് അലീനയുടെ അടുത്ത് പെരുമാറുക എന്ന് ഏകദേശം ഒരു ധാരണ സ്റ്റാൻലിക്കുണ്ട്. പക്ഷേ അലീനയ്ക്കും വല്യപ്പച്ചനും വളരെ നിർബന്ധം എന്തായാലും തറവാടൊന്ന് പോയി കാണണമെന്ന്. അലീനയാണെങ്കിൽ വന്നെങ്കിൽ സ്റ്റാൻലിയോട് പറയും, അപ്പം എനിക്കൊന്ന് കാണണം, അപ്പം ജനിച്ച് വളർന്ന വീടല്ലേ എന്നൊക്കെ. അപ്പോൾ ഔതക്കുട്ടിച്ചായനോടും സ്റ്റാൻലി പറയുകയാണ്, വെറുതെ അവളെ കൊണ്ടുപോകാൻ നിൽക്കണ്ട, അവളെ എല്ലാവരും ഒറ്റപ്പെടുത്തുമെന്ന്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, ഞാനുണ്ടല്ലോ അവിടെ, നീ എന്തിനാ പേടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും കൂടി കൊട്ടാരമറ്റത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ കൊട്ടാരമറ്റം തറവാടാണെന്ന് വെച്ചെങ്കിൽ വളരെ വലിയൊരു വീടാണ്. അപ്പോൾ ഈ വീടൊക്കെ കണ്ടിട്ട് അവളിങ്ങനെ അത്ഭുതത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ വീട്ടിലാണെന്ന് വെച്ചെങ്കിൽ ആൻസിയും റോബർട്ടും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ആൻസി ചെന്ന സമയത്ത് ആൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൻസിക്ക് ഇവർ വന്നതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സ്റ്റാൻലി ഉള്ളത് കൊണ്ട് ആൻസിക്ക് ഒന്നും ചോദ്യം ചോദിക്കാനും വയ്യ. കാരണം സ്റ്റാൻലി എല്ലാവർക്കും മൊത്തത്തിലൊരു പേടിയാണല്ലോ. അപ്പോൾ ആൻസി എന്താ ചെയ്യുന്നത് വെച്ചാൽ വേഗം റോബർട്ടിനെ വിളിക്കും. അങ്ങനെ റോബർട്ട് ഉടനെ വരും. അപ്പോൾ റോബർട്ട് വന്നു കഴിഞ്ഞിട്ട് ചോദിക്കും, അപ്പച്ചൻ എന്ത് പണിയാണ് കാണിച്ചത്, എത്ര ദിവസമായി ഈ വീട്ടിൽ നിന്ന് പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചനോട് ചോദ്യം ചെയ്യണം. അപ്പോൾ വല്യപ്പച്ചൻ പറയും, ഞാൻ എൻ്റെ മോൻ്റെ അടുത്തേക്കല്ലേ പോയത്, നിനക്കെന്താ, എൻ്റെ മോൻ്റെ വേറൊരു വീട്ടിലോട്ടല്ലേ പോയത്, അത് നീ എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നത്, ഞാനാ നിൻ്റെ അപ്പം നീയല്ല എന്നൊക്കെ പറഞ്ഞാൽ ഔതക്കുട്ടിച്ചായ നല്ല മറുപടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റാൻലി റോബിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഇതാ എൻ്റെ മോളാണെന്നൊക്കെ. അപ്പോൾ റോബിനത് ഇഷ്ടപ്പെടില്ല. റോബിൻ പറയും, ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഈ മകളെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റാൻലിയുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഔതക്കുട്ടിച്ചായനും അലീനയും കൂടിയിട്ട് കൊട്ടാരമറ്റത്തിൽ തന്നെ തങ്ങും. അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കേണ്ട നേരമായി. ഭക്ഷണം കഴിക്കേണ്ട നേരത്ത് അലീനയും ഔതക്കുട്ടിച്ചായനും കൂടി ഡൈനിങ് ടേബിളിലോട്ട് വരുമ്പോൾ അവിടെ ഓൾറെഡി എല്ലാവരും ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതായത് ആൽബർട്ടും റോബർട്ടും പിന്നെ ആൻസിയും ആൻസിയുടെ അമ്മ മരിയയും. അങ്ങനെ ഇവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടപ്പോൾ ഔതക്കുട്ടിച്ചായൻ ചോദിക്കും, അല്ല നിങ്ങളെന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ തന്നെ വിശന്നോന്ന്. ഞങ്ങൾക്ക് വിശന്നു അപ്പോൾ കഴിച്ചു എന്ന് ആൽബർട്ട് ഒരു മറുപടി ഒഴുക്കനെ പറയും. അപ്പോൾ അതെന്താ, നിങ്ങളെന്ത് മര്യാദ ഈ കാണിക്കുന്നത്, ഞാനും ഈ പെങ്കൊച്ചും ഇവിടെ ഉള്ളത് അറിയില്ലേ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചോ കഴിക്കാൻ വരുന്നില്ലേ എന്നെങ്കിലും നിങ്ങൾക്ക് ചോദിക്കേണ്ട ഒരു മര്യാദയില്ലേ എന്ന് ആൻസിയുടെ അടുത്ത് ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ആൻസി പറയും, ഞാൻ എൻ്റെ വീട്ടിൽ പഠിപ്പിച്ച മര്യാദയൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ നിൻ്റെ അമ്മച്ചി നിന്നെ ഈ മര്യാദയാണോ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. അപ്പോൾ ആൻസി പറയുന്ന മറുപടിയാണ് അതിലേറ്റവും വ്യത്യസ്തമാക്കുന്നത്. കാരണം ആൻസി പറയും, വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിൾ ഇരുത്തി ഭക്ഷണം കൊടുക്കണം എന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ പിച്ചക്കാർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉമ്മറത്തുനിന്ന് കൊടുത്ത് ഒഴിവാക്കണം. പട്ടിക്ക് തിന്നാൻ പട്ടിയുടെ പാത്രമുണ്ട്, കോഴിക്കാണെച്ചെങ്കിൽ മുറ്റത്തിട്ട് കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ അതായത് ഔതക്കുട്ടിച്ചായനെയും അലീനയെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം അവരെ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുത്തിയതെന്ന് ആൻസിക്ക് അറിയുള്ളൂ. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ചോദിക്കും, ഞാനപ്പോൾ ആരാ, പട്ടിയാണോ അതോ പൂച്ചയാണോ അതോ കോഴിയാണോ, നീ ഏത് ഗണത്തിലാണ് എന്നെ വെച്ചിട്ടുള്ളത്? അപ്പോൾ ആൻസി പറയും, അല്ല അപ്പച്ചന് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ ആക്കി ഞാൻ വിളമ്പിത്തരാം, പക്ഷേ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ തന്നെത്താൻ വിളമ്പി കഴിക്കണമെന്ന്. അപ്പോൾ അത് ഔതക്കുട്ടിച്ചായൻ പറയും, നീ ഇവളെ ഉദ്ദേശിച്ചിട്ടാണല്ലേ പറയുന്നത്, നിങ്ങളുണ്ടാക്കിയ ഭക്ഷണമൊന്നും എനിക്ക് വേണ്ട, എനിക്കും എൻ്റെ മോൾക്കും വേണ്ട, ഞങ്ങൾ വല്ല ഹോട്ടലിലും പോയി ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് അലീനയും കൈ പിടിച്ചിട്ട് ഔതക്കുട്ടിച്ചായൻ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അലീന അതിന് സമ്മതിക്കുന്നില്ല. അലീന പറയും, വേണ്ട വലിയപ്പച്ച, നമുക്ക് ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെ കഴിക്കാം. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയും, അതൊന്നും പറ്റില്ല, ഇങ്ങനെ നാണം കെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഭക്ഷണം കഴിക്കരുതെന്ന്. അപ്പോൾ അലീന ഔതക്കുട്ടിച്ചായനോട് പറയണം, വേണ്ട വലിയപ്പച്ച, ഇത്രയും ഭക്ഷണം വെറുതെ വേസ്റ്റ് ആവില്ലേന്ന്. അങ്ങനെ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാവരും കൈ കഴുകിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ആൻസിയുടെ അമ്മ വേസ്റ്റ് പാത്രങ്ങളൊക്കെ എടുത്ത് അടുക്കളയ്ക്ക് പോകുന്നുണ്ട്. അങ്ങനെ അലീന എന്താണ് ഭക്ഷണം ഇനിയുള്ളത് എന്ന് നോക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോവാണ്. അടുക്കള കണ്ടിട്ട് അമ്പരന്ന് നിൽക്കേണ്ട അലീന, കാരണം അത്രയും വൃത്തികേടായിട്ടാണ് അടുക്കള കേൾക്കുന്നത്. അതായത് അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പൈസ ചിലവാക്കിയിട്ട് നല്ല അടിപൊളി സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും അതുപോലെ ഉപകരണങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷേ വൃത്തി എന്ന സാധന ലേശമില്ല. കാരണം നിലത്ത് ചവിട്ടുമ്പോൾ തന്നെ എണ്ണയുടെയും മെഴുക്കിൻ്റെയും അതുപോലെ തന്നെ തുടയ്ക്കാത്തതിൻ്റെയൊക്കെ വൃത്തികേട്. കിച്ചണിലെ സ്ലാബിലാണെച്ചെങ്കിൽ കുറേ പച്ചക്കറികൾ വെട്ടിയിട്ടിരിക്കുന്നു, കുറേ മീനിൻ്റെ വേസ്റ്റ്, അങ്ങനെ കുറേ ഈച്ച അതിനാർത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റൗവുമ്മലാണെച്ചെങ്കിൽ പാലും കറികളും പിന്നെ ചോറും ഒക്കെ തിളച്ച് പോയിട്ട് അത് തുടയ്ക്കാതെയും അതങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ വലിച്ച് വാരിയിട്ടിരിക്കുകയാണ്. പിന്നെ ഫ്രിഡ്ജും
വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ട് വർക്ക് ഏരിയയിലും അടുക്കളയിലുമായിട്ട്. ഫ്രിഡ്ജിൻ്റെ ഒന്നും കളറ് കണ്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു പോകും. കാരണം അത്രയും അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഫ്രിഡ്ജും. ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിൻ്റെ അവസ്ഥ വളരെ ദയനീയം. കുറേ പച്ചക്കറികളും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ടിരിക്കുകയാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. പിന്നെ വാഷിംഗ് മെഷീൻ നോക്കുമ്പോൾ തന്നെ വാഷിംഗ് മെഷീൻ്റെ അവസ്ഥയും വളരെ മോശമാണ്. ഫ്രിഡ്ജ് ഏതാ വാഷിംഗ് മെഷീൻ ഏതാണെന്ന് സത്യം പറഞ്ഞാൽ തിരിച്ചറിയില്ല, അത്രയും വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. പിന്നെ കുറേ സാധനങ്ങൾ അവിടെയും കുത്തി തിരക്കി വെച്ചിട്ടുണ്ട്. കുറേ ഡപ്പകൾ, ടിന്നുകൾ, കാലിപ്പാത്രങ്ങൾ, അതൊക്കെ ഇങ്ങനെ സ്ലാബുമ്മ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അത്രയും മോശമായിട്ടുള്ളൊരവസ്ഥയിലാണ് ആ വീടിൻ്റെ അടുക്കള. കുറേ പൈസ അതുമ്പോൾ ചിലവാക്കിയിട്ടുണ്ട്. കാരണം മൈക്രോവേവ് ഓവനും ഇൻഡക്ഷനും അങ്ങനെ എല്ലാ സാധനങ്ങളും ആ അടുക്കളയിൽ ഉണ്ടെങ്കിൽ കൂടിയും അത് വൃത്തിക്കൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നത് കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ അലീന ഇങ്ങനെ തിരഞ്ഞു നോക്കുമ്പോൾ ഒരു കുക്കർ കാണാം. കുക്കറിൽ കുറച്ച് ചോറ് ഇരിക്കുന്നത് കാണാം. പിന്നെ കുറച്ച് ബീൻസ് മെഴുക്ക് പുരട്ടി, കുറച്ച് മീൻ വറുത്തതും ഒരു ഒരു പാത്രത്തിലിരിക്കുന്നത് കാണാം. കുറച്ച് തക്കാളി കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അലീന ഡൈനിങ് ടേബിളിലേക്ക് വരികയാണ്. അപ്പോൾ ഡൈനിങ് ടേബിളും ഇവർ കഴിച്ചതിന് ശേഷം വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അലീന എന്ത് ചെയ്യും, ആ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് നന്നായി വൃത്തിയാക്കും. എന്നിട്ട് വല്യപ്പച്ചന് ഭക്ഷണം ആദ്യം വിളമ്പി കൊടുക്കും. എന്നിട്ട് അവളും കൂടി ഇരിക്കും. അപ്പോൾ അവൾ പറയും, അല്ല വല്യപ്പച്ച, റാണി ആൻറ്റിയെ വിളിക്കേണ്ടതെന്ന്. ഇപ്പോൾ റാണി ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, നമ്മുടെ ഷെറിൻ. ഓ വേണ്ട മോളെ, അവൾ ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും, വിളിക്കണ്ട എന്ന്. ശരിയെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വല്യപ്പച്ചൻ പറയും, അല്ല ഞാനാണെച്ചെങ്കിൽ ഇത്രയും നാണം കെടുത്തിയ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒരു തരി ഭക്ഷണം പോലും കഴിക്കില്ല, പച്ചവെള്ളം കുടിക്കില്ല. നിൻ്റെ സഹനശക്തി അത്ഭുതം തന്നെ മോളെ, നിനക്ക് എത്ര നാണം കെടുത്തിയാലും ഒരു നാണവും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അലീന പറയാണ്, 23 വർഷം അച്ഛനും അമ്മയില്ലാതെ ഞാൻ ജീവിച്ചില്ലേ വല്യപ്പച്ച, അതിനേക്കാൾ വലിയ നാണക്കേടൊന്നും ഒന്നിനും ഇല്ല എന്ന്. അത് കേട്ടപ്പോൾ വല്യപ്പച്ചന് ആകെ ഒരു വിഷമമായി. കാരണം ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ കഴിഞ്ഞ് പാത്രങ്ങൾ കൊണ്ടുവയ്ക്കുകയാണ് അലീന. അപ്പോൾ വല്യപ്പച്ചൻ പറയും, ഇനി മോളെ നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, പോയിട്ട് കിടന്നുറങ്ങാൻ നോക്കിക്കോ എന്ന്. ഇല്ല വല്യപ്പച്ച, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്, ഞാൻ അവിടെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന്. അപ്പോൾ വല്യപ്പച്ചൻ അവളെ വഴക്ക് പറയും, നീ എന്തിനാ വൃത്തിയാക്കാൻ പോണത്, അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന്. അത് പറ്റില്ല വല്യപ്പച്ച, ബ്രിജിത്തമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് മനസ്സിൻ്റെ ഉള്ളിൽ അഴുക്ക് വന്നാൽ തന്നെ അത് വീടിനുള്ളിലും കാണാം. അപ്പോൾ ആദ്യം നമ്മൾ വീട് വൃത്തിയാക്കി തുടങ്ങണം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ മമ്മി ഞങ്ങളെ പഠിപ്പിച്ചിട്ട്, അതുകൊണ്ട് ഈ വീടൊന്ന് ഞാൻ വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞ് അലീന ഷോളൊക്കെ പിന്നിലോട്ട് കെട്ടിയിട്ട് വീട് വൃത്തിയാക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ ആദ്യം അവൾ എന്ത് ചെയ്യും, ഫ്ലോറിലൊക്കെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി ഒരു വേസ്റ്റ് പാത്രത്തിലിട്ടിട്ടെടുക്കും. പിന്നെ അതുപോലെ സ്ലാബ് കിച്ചൺ ടോപ്പിൽ കുറേ വേസ്റ്റ് ഉണ്ട്, അതൊക്കെ ആക്കും. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, നല്ലൊരു തുണി എടുത്ത് നനച്ചിട്ട് സോപ്പും ഒക്കെ കൂടി നനച്ചിട്ട് കിച്ചൻ്റെ സ്ലാബും അതുപോലെ ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ വൃത്തിയാക്കി തുടയ്ക്കണം. അതിൻ്റെ കുറേ കബോർഡുമ്മലൊക്കെ നിറയെ അഴുക്കുണ്ടായിരുന്നു, ആ കബോർഡൊക്കെ തുടയ്ക്കും. അതുപോലെ തന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ഈ നനച്ച തുണി കൊണ്ട്, അതായത് സോപ്പ് പൊടിയിട്ട് നനച്ച തുണി കൊണ്ട് ഒക്കെ തുടച്ച് അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുകയാണ്. പിന്നെ കുറേ ഡപ്പകളും അതൊക്കെ ഒരു സൈഡിലോട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് കിടക്കാൻ പോയ റോബർട്ട് വന്ന് നോക്കണേ, എന്താണ് അടുക്കളയിൽ നിന്ന് ഒരു ശബ്ദം എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇവളിൽ നിന്നിങ്ങനെ വൃത്തിയാക്കുന്നു. റോബർട്ട് അവളത് കണ്ടിട്ട് ഇങ്ങനെ കുറേ നേരം അലീനയെ നോക്കി നിൽക്കും. അപ്പോൾ പെട്ടെന്നാണ് അലീന തിരിഞ്ഞപ്പോൾ പിന്നിൽ റോബർട്ടിനെ കണ്ടത്. പെട്ടെന്ന് റോബർട്ടിനും ഒരു നാണക്കേട് പോലെ തോന്നും, കാരണം ഇവൾ ചെയ്യുന്നത് ഇങ്ങനെ നോക്കി നിൽക്കല്ലേ. പക്ഷെ അവൾ ചിരിച്ചിട്ട് പറയും, അങ്കിളൊന്ന് ഇങ്ങോട്ട് വന്നേന്ന്. അപ്പോൾ റോബർട്ടിനാണെച്ചെങ്കിൽ അത് നോ എന്ന് പറയാൻ പറ്റിയില്ല. റോബർട്ട് ശരി എന്ന് പറഞ്ഞ് ചെല്ലും. എന്നിട്ട് അപ്പോൾ അലീന അവളോട് പറയാണ്, വീട് വൃത്തിയായി കിടക്കണമെങ്കിൽ വീട്ടിലെ ആണുങ്ങളും കൂടി പെണ്ണുങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കണം എന്ന്. ഇടയ്ക്കൊന്ന് സഹായിച്ചൂടെ അങ്കിളെ, എപ്പോൾ എന്തായാലും എനിക്കൊരു സഹായം വേണം എന്ന് പറഞ്ഞിട്ട് അലീന പറയുകയാണ്, അങ്കിളെ ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒന്ന് നീക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന്. അപ്പോൾ റോബർട്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ഒന്ന് നീക്കി വയ്ക്കാൻ സഹായിക്കുകയാണ്. അങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഫ്രിഡ്ജ് നിന്നിടത്തും വാഷിംഗ് മെഷീൻ നിന്നിടത്തൊക്കെ ഒരുപാട് അഴുക്ക് ഇങ്ങനെ ഒരു പാട് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അലീന ഒരു ചൂലെടുത്തിട്ട് സോപ്പും ചേർത്തിട്ട് അടിച്ച് കഴുകുകയാണ്. എന്നതിന് ശേഷം വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ പഴയ പൊസിഷനിലോട്ട് തന്നെ മാറ്റും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ റോബർട്ട് പറയും, ഇനി എന്തെങ്കിലും സഹായം വേണം, ഒരു സഹായം കൂടി വേണം മകളെ എന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യും, ഈ ഒഴിഞ്ഞ പാത്രങ്ങളും ടിന്നുകളും കുറേ കുപ്പികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നമ്മുടെ ഒരു സ്ഥലത്തോട്ട് കയറ്റി വെക്കാൻ പറയാണ്, സ്ലാബിന്മേലോട്ട് കയറ്റി വെക്കാൻ പറയാണ്. അപ്പോൾ റോബർട്ട് ശരിയെന്ന് പറഞ്ഞ് മുകളിലോട്ട് കയറി നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ അലീന ഇങ്ങനെ ഓരോന്ന് എടുത്ത് കൊടുക്കും. ഓരോന്ന് എടുത്ത് കൊടുക്കുമ്പോൾ റോബർട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ ചോദിക്കും, ഇവിടെ പണ്ട് വല്ല ബാർ നടത്തിയിരുന്നോ അങ്കിളെ, എന്തോരം കുപ്പികളായെന്ന്.
അപ്പോൾ റോബർട്ട് പറയും ഇതൊക്കെ വിരുന്നുകാർ വരുമ്പോൾ കുടിക്കാൻ കൊടുക്കുന്നതാണെന്ന്. ഓ അപ്പം നിങ്ങൾ വിഷം കൊടുത്തിട്ടാണല്ലേ വിരുന്നുകാരെ സ്വീകരിക്കുന്നത് എന്ന്. അപ്പോൾ അതിന് റോബർട്ടിന് മറുപടി ഒന്നുമില്ല. റോബർട്ടൊന്ന് വെറുതെ ചിരിക്കും. അങ്ങനെ എല്ലാ പാത്രങ്ങളും ഒക്കെ എടുത്ത് ഒരട്ടത്ത് ഇങ്ങനെ കയറ്റി 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 വെച്ച് വൃത്തിയാക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെയൊക്കെ അടുക്കളയും സ്ലാബും ഫ്ലോറും ഒക്കെ നന്നായി വൃത്തിയായി തുടച്ചിട്ട് അലീന പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് റോബർട്ടും പോയി റൂമിൽ കിടന്നുറങ്ങും. അങ്ങനെ അലീന എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഉണ്ട് ഷെറിൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ മുറിയിലോട്ട് പോയി നോക്കിയപ്പോൾ ഷെറിനാണെങ്കിൽ ഒരു അന്തിച്ച പോലെയാണ്, അതായത് കണ്ണൊക്കെ അങ്ങനെ തുറച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൾക്ക് പാവം തോന്നും കേട്ടോ, അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അവൾ റൂമിലോട്ട് പോകും. അങ്ങനെ രാവിലെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൻസി എണീറ്റിട്ട് അടുക്കളയിലോട്ട് വന്ന് നോക്കുമ്പോൾ അടുക്കള കണ്ടിട്ട് ആൻസി ആകെ ഞെട്ടും. അപ്പോൾ പിന്നാലെ റോബർട്ടും വരുന്നുണ്ട്. പിന്നാലെ റോബർട്ട് വന്നിട്ട് ചോദിക്കും, എന്തേടി നിങ്ങളുടെ അടുക്കളയുടെ കോലം എങ്ങനെയുണ്ട്? പണ്ടാണെങ്കിൽ ഇതൊരു സെമിത്തേരി കണക്കായിരുന്നു, ഇപ്പം എന്താണ് ഇതിൻ്റെ അവസ്ഥ നോക്കി നോക്ക്, തറയിൽ വെറുതെ കിടക്കാം, അത്രയും വൃത്തിയായി. കണ്ടോടി, നീ അവളെ എത്ര നാണം കെടുത്തിയിട്ടും അവൾ ഈ വീടിൻ്റെ അടുക്കള വൃത്തിയാക്കിയത് കണ്ടോ എന്ന്. അപ്പോൾ ആൻസ് ഇങ്ങനെ ഒഴുക്കം മട്ടിൽ പറയും, ഓ അവൾ തിന്ന ഭക്ഷണത്തിനുള്ള നന്ദി കാണിച്ചതായിരിക്കുമെന്ന്. അപ്പോഴേക്കും നമ്മുടെ ആൻസിയുടെ അമ്മയും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻസിയുടെ അമ്മ ഇത്രയും വൃത്തിയുള്ള അടുക്കള കണ്ടിട്ട് പറയാണ്, എന്ത് നല്ല അടുക്കള, ഇത്രയും സൗകര്യമൊക്കെ അടുക്കളയ്ക്ക് ഉണ്ടായിരുന്നോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ എന്നിട്ട് ആൻസിയുടെ അമ്മ ചോദിക്കും, അല്ലടി മോളെ, ഇനി അവളെങ്ങാനും അടുക്കള ഭരണവും കൈ കയറുമോ എന്ന്. അപ്പോൾ റോബർട്ട് പറയും, പിന്നെ ഈ വീട്ടിൽ അടുക്കള ഭരണം കൈ കയറിയിട്ട് വേണമല്ലോ സ്റ്റാലിച്ചൻ്റെ മോൾക്ക് ജീവിക്കാനെന്ന്. അപ്പോൾ എന്നിട്ട് റോബർട്ടിനാകെ പിറുപിറുത്തുകൊണ്ട് റോബർട്ട് പുറത്തോട്ട് പോകും. അപ്പോൾ ആൻസിയുടെ അമ്മയെന്ന് കൂടി സംസാരിക്കുക, എന്നാലും അവൾ വല്ലാത്തൊരു പെണ്ണ് തന്നെ, നമ്മൾ ഇത്രയും നാണം കെടുത്തിയിട്ടും അവൾ വീടൊക്കെ വൃത്തിയാക്കിയല്ലോ, വല്ലാത്തൊരു അത്ഭുതം തന്നെ എന്ന് പറയുകയാണ് അവർ രണ്ടുപേരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ അലീനയും അവതക്കുട്ടിച്ചാനും നോർമൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഉണ്ടോ 2 പിള്ളേർ വരുന്നു. 2 പിള്ളേർ നമ്മുടെ ഒന്ന് ആൽബർട്ടിൻ്റെ മക്കളാണ്. മൂത്തത് ഒരു പെൺകുട്ടിയാണ്, അവൾക്കൊരു 9 വയസ്സുണ്ട്. രണ്ടാമത്തത് ഒരു ആൺകുട്ടിയാണ്, അവനൊരു 7 വയസ്സുണ്ട്. അങ്ങനെ അവർ 2 പേരും വന്നു കഴിഞ്ഞപ്പോൾ വല്യപ്പച്ചനെ കണ്ടപ്പോൾ വല്യപ്പച്ചൻ്റെ ഇവിടെ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്യപ്പച്ച പറയായിരുന്നു. അങ്ങനെ അപ്പോൾ അവർ പറയും, ഞാനൊരു സ്ഥലം വരെ പോയിക്കായിരുന്നു എന്ന്. അപ്പോഴാണ് ഈ കുട്ടികൾ അലീനനെ കാണുന്നത്. അപ്പോൾ അലീനെ കണ്ടപ്പോൾ ചോദിക്കുമ്പോൾ ഏതാ വല്യപ്പച്ച ഈ പെണ്ണ് എന്ന്. അപ്പോൾ വല്യപ്പച്ചൻ പറയും, അത് പെണ്ണല്ല മക്കളെ, നിങ്ങളുടെ ആൻറ്റിയാണ്, അലീന ആൻറ്റി എന്നാണ് വിളിക്കേണ്ടത് എന്ന്. ശരി, അലീന ആൻറ്റീനെ കൊടുന്നത് ആരാ, വല്യപ്പച്ചനാണോ എന്ന് ചോദിക്കും. ഞാൻ തന്നെയാണ് കൊടുന്നതെന്ന്. അങ്ങനെ അലീന പെൺകുട്ടിയുടെയും 2 പേരുടെയും പേര് ചോദിക്കണം. അപ്പോൾ പെൺകുട്ടിയുടെ പേര് ദിയമോൾ എന്നും ആൺകുട്ടിയുടെ പേര് റെനി എന്നുമാണ്. അപ്പോൾ നല്ല അടിപൊളി പേരാണല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ആൻറ്റിയുടെ പേരെന്താ, അലീന എന്നാണല്ലേ എന്ന് ചോദിക്കും മോള്. അതേന്ന്. പക്ഷെ അപ്പോൾ ആൻറ്റി എൻ്റെ പേരിനേക്കാൾ നല്ല പേരാണോ ആൻറ്റിയുടെ പേരെന്ന്. അപ്പോൾ അലീന പറയും, എൻ്റെ പേരൊരു പന്ന പേരല്ലേ, നിങ്ങളുടെ പേര് നല്ല പേരല്ലേ, പേര് കേട്ടാൽ തന്നെ ഏതോ വലിയ കൊമ്പത്തെ ആൾക്കാരാണ് നിങ്ങളുടെ എന്ന് വിചാരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അലീന പിള്ളേരെ സോപ്പിട്ടിട്ട് പിള്ളേരായിട്ട് നല്ല ഇണങ്ങുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അലീന വന്നു കഴിഞ്ഞ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അലീനയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രതികരണം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ എല്ലാവരും സോപ്പിട്ട് കുപ്പിയിലാക്കാണ് അലീന. ആ എപ്പിസോഡൊക്കെ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നോവലിലെ യഥാർത്ഥ കഥയാണ്. അപ്പോൾ ഈ കഥ തുടർന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാദ്യം ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. പിന്നെ മനു അലീനെ അന്വേഷിച്ച് കുളത്തുപുഴ പോകുന്ന എപ്പിസോഡും, പിന്നെ ബാലചന്ദ്രൻ കുളത്തുപുഴയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഇനി നിങ്ങളാരും അലീനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ. ആ എപ്പിസോഡൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ വീഡിയോയുടെ അടിയിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക, ഹൈപ്പും ചെയ്യുക. താങ്ക്